പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഇന്ന് ദേവികുളം മണ്ഡലത്തിലാണ്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ ചേരുന്നു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇന്ന് ദേവികുളം മണ്ഡലത്തിലാണ് ഉള്ളത്. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ഒരു ദിവസം കൂടി ബാക്കിയുള്ളപ്പോൾ, പ്രചരണത്തിന് ഉള്ളപ്പോൾ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായ ഭരണഘടനയ്ക്കെതിരായി, ന്യൂനപക്ഷങ്ങളും ദളിതരും ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കെതിരായി ഉള്ള നടപടികളുമായി RSSും BJPയും അവർ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരായി ഭരണഘടനാ തത്വങ്ങളും ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കാനും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ഭരണഘടനാപരമായി ലഭ്യമായ അവകാശങ്ങൾ നിലനിർത്തിയെടുക്കുന്നതിനുമുള്ള ഗൗരവതരമായ ഇടപെടൽ നടത്തുന്നതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ്. അവിടെ കൃത്യതയോടുകൂടി ആശയദൃഢതയോടുകൂടി നിലപാട് പറയാൻ പറ്റുക ഇടതുപക്ഷത്തിനാണ്. ആ ഇടതുപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെയും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കുന്നതിനുള്ള നിലപാട് പാർലമെൻറ്റിനകത്തും പുറത്തും എടുക്കാൻ, അതോടൊപ്പം തന്നെ ദളിതരും ന്യൂനപക്ഷങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളുമായ ആളുകൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് നിർത്തപ്പെടുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ അതിനെതിരായി കൃത്യതയോടെയും വ്യക്തതയോടെയും നിലപാടെടുക്കാൻ, അത് പാർലമെൻറ്റിനുള്ളിൽ മാത്രമല്ല സാധ്യമായ എല്ലാ ഇടങ്ങളിലും ആ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ, അതോടൊപ്പം തന്നെ ഇടുക്കി പോലുള്ള പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒട്ടനവധി പ്രതിസന്ധികൾ ചെറുതും വലുതുമായ ആ പ്രതിസന്ധികളിലൊക്കെ MP എന്ന പദവിയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്തുവാനുമൊക്കെ എല്ലാവരും എന്നെ അനുവദിക്കണം, എന്നോടൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ തോതിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നത്, ആവേശകരമായ പിന്തുണ. ആ പിന്തുണയുടെ കരുത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമായിരിക്കും, എന്നോടൊപ്പമായിരിക്കും. അങ്ങയുടെ കാലഘട്ടത്തിൽ ഏകദേശം 4,750 കോടി രൂപയുടെ വികസനം നടന്നിട്ടുണ്ട്. അതിൻ്റെ പലതിൻ്റെയും തുടർച്ചയുണ്ടായില്ല എന്നുള്ള ആരോപണം LDF പ്രവർത്തകർ താഴെത്തട്ടിൽ വരെ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പം പളനി ശബരിമല ഹൈവേയുടെ അടക്കമുള്ള കാര്യങ്ങളിൽ ഡീൻ കുര്യാക്കോസ് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാം? ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആരോപണ പ്രത്യാരോപണങ്ങളല്ലല്ലോ, വസ്തുതകൾക്കല്ലേ പ്രാധാന്യം. ഇപ്പോൾ ശബരി പളനി ദേശീയപാത, ആ ദേശീയപാതയുടെ പ്രഖ്യാപനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി മൂന്നാർ പൂപ്പാറ ബോഡിമെട്ട് റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടന വേളയിൽ മൂന്നാറിൽ പരസ്യമായിട്ടാണ് നടത്തിയത്. അതിനുശേഷം പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, 2 സംസ്ഥാനങ്ങളിൽ കൊണ്ട് പോകുന്ന ഒരു ഹൈവേ എന്ന നിലയിൽ 2 സംസ്ഥാനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാനാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി അത് വീണ്ടും ആ ഫയൽ MOF മോർത്തിൽ, അതായത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടിൽ അവിടുന്ന് ആ ഫയൽ രൂപപ്പെടുകയും ആ ഘട്ടത്തിൽ PMOയുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ കൂടി അനുവാദത്തോടു കൂടിയ പുതിയ ദേശീയപാതകൾക്ക് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കാവുള്ളൂ എന്ന നയപരമായ തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുത്തതിൻ്റെ ഭാഗമായി PMOയിൽ പോയി PMOയുടെ അപ്രൂവലോടുകൂടി ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടി. ആ കാര്യം അറിയിച്ചുകൊണ്ട് ബഹുമാനായ നിതിൻ ഗഡ്കരി അന്നത്തെ MP ആയ ജോയ്സ് ജോർജിനെ അഡ്രസ്സ് ചെയ്ത് നൽകിയിട്ടുള്ള കത്തുണ്ട്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ DPR തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് അവിടുത്തെ അതിൻ്റെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളെ അന്ന് ദേശീയപാതാ വിഭാഗത്തിൽ, പൊതുമരാമത്ത് വകുപ്പിലുള്ള ദേശീയപാതാ വിഭാഗത്തെ ഉദ്യോഗസ്ഥന്മാരെ അന്ന് ചുമതലപ്പെടുത്തി ഒരു ഘട്ടം വരെ അതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോയതാണ്. ആ ഘട്ടത്തിലാണ് പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടാകുന്നത്, ഞാൻ പരാജയപ്പെടുന്നത്. പിന്നീട് അത് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇനി ആരോപണം ഉന്നയിക്കുന്ന ബഹുമാന്യനായ UDF സ്ഥാനാർത്ഥി തന്നെ പാർലമെൻറ്റിനുള്ളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഈ റോഡിന് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ തുടർ പ്രവർത്തനം ഉണ്ടാവണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിനകത്ത് പിന്നെ എന്ത് അതിനെ സംബന്ധിച്ച് ഉള്ള ആരോപണങ്ങൾ എന്ത്? ഇതെല്ലാം വസ്തുതകളില്ലേ? വസ്തുതകൾക്ക് മുമ്പിലല്ലേ ജനങ്ങൾ നിൽക്കുക? അവിടെ എന്ത് ആരോപണം, എന്ത് പ്രത്യാരോപണം? ജോയ്സ് ജോർജിൻ്റെ പ്രചരണ പരിപാടികൾ മുമ്പോട്ട് പോവുകയാണ്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, വികസനം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.